റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മോസ്കോയെ ആക്രമിക്കാനായി ഉക്രൈൻ ഡ്രോണുകൾ അയച്ചുവെന്ന ഒരു വാർത്ത ഞാൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി റഷ്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട എയർപോർട്ട്, മോസ്കോ റീജിയണിലുള്ള എയർപോർട്ട്സ് ഒക്കെ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിന് ഇരയായി. തുടർന്ന് എയർപോർട്ട് എല്ലാം അടച്ചുപൂട്ടി. 1-2 മണിക്കൂറല്ല, 4-5 മണിക്കൂറോളം അത് അടച്ചിട്ടിരുന്നു. ഇവർ ഈ മോസ്കോയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ റഷ്യ ഉക്രൈൻ സീസ് ഫയർ അടുത്ത വർഷം ഒരു പക്ഷേ നടന്നേക്കാം. ഇതിനിടയിൽ നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് സെലൻസ്കി യൂറോപ്യൻ യൂണിയനോട് വീണ്ടും ആയുധങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റും ഈ ഡ്രോൺ സ്ട്രൈക്കിന് ഇരയായിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈൻ നടത്തിയ ഈ ഒരു ആക്രമണത്തെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഒരു കാര്യം അവിടെ വ്യക്തമാണ്. ഇവർ ഏത് വിധത്തിലും ഈ ഒരു സീസ് ഫയർ അത്ര പെട്ടെന്ന് സമ്മതിക്കുകയില്ല. ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെങ്കിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ഒരു സമാധാന ചർച്ചയൊക്കെ നടത്താൻ ശ്രമിച്ചിരിക്കണം. പക്ഷേ സെലൻസ്കി ചെയ്യുന്ന ഓരോ കാര്യവും ഈ യുദ്ധത്തെ വളർത്താനായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനപ്പുറം മറ്റേത് തരത്തിലുള്ള സമാധാനവും അവിടെ കൊണ്ടുവരുന്നത് പോലെ തോന്നുന്നേയില്ല. ഇങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. മോസ്കോയിലുള്ള 3 പ്രധാനപ്പെട്ട എയർപോർട്ട് ഇന്നലെ 5 മണിക്കൂറോളം ക്ലോസ് ചെയ്തു. അതും ഉക്രൈന്റെ ഈ ഡ്രോൺ ആക്രമണം കാരണം. ഈ 3 പാസഞ്ചർ എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിൽ മോസ്കോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര അയക്കുന്നത് മുതൽ ലോക്കലിലുള്ള മറ്റ് ലോക്കൽ എയർ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെ ഈ 3 വിമാനത്താവളത്തിന്റെ ഉപയോഗം പ്രാധാന്യമോടെ വളരെ കൂടുതലാണ്. ഇന്നലെ ഈ മോസ്കോ പ്രദേശത്തെ മാത്രം ലക്ഷ്യം വെച്ച് 60-ലധികം ഡ്രോണുകൾ ഉക്രൈൻ അയച്ചിട്ടുണ്ട്. റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളും പുറത്തുവിട്ടു. അകത്ത് വന്ന ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. മോസ്കോ റീജിയനിലുള്ള, അതായത് അകത്തേക്ക് വന്ന 60 ഡ്രോണുകളും ഇവിടെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്തുവെന്നും പറഞ്ഞു. പക്ഷേ ചില സെക്യൂരിറ്റി റീസൺസ് കാരണം ഈ ഡ്രോണുകൾ കാരണം എയർപോർട്ടിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ്സിന് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നതിനു വേണ്ടി ഒരു പക്ഷേ എയർക്രാഫ്റ്റിൽ വീണ് പൊട്ടിത്തെറിച്ച് വലിയൊരു ആപത്ത് സംഭവിക്കാതിരിക്കാനായി ഈ മുഴുവൻ എയർ ട്രാഫിക്കിനെ ഹോൾ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നു. ഇത് കാരണം ബാധിക്കപ്പെട്ടവരുടെ എണ്ണം മാത്രം 48,000-ലധികമാണ്. ഈ 5 മണിക്കൂറോളം എയർപോർട്ട് ക്ലോസ് ചെയ്തതുകൊണ്ട് അവരുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുകയും ക്യാൻസൽ ചെയ്യുകയും ഇങ്ങനെ തുടങ്ങി പല കാരണം കൊണ്ട് ബുദ്ധിമുട്ടി. കൂടാതെ ഈ ഡ്രോൺസ് വീണ്ടും ചില റീജിയനിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ്, വളരെ പ്രധാനപ്പെട്ട അമ്മുനേഷൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്ലാന്റ്, കൂടാതെ ഫെർട്ടിലൈസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ്, ഇവ രണ്ടും സെപ്പറേറ്റ് കോംപ്ലക്സിലുള്ളതാണ്, തൊട്ടടുത്താണുള്ളത്. ഈ 2 പ്ലാന്റിലും ഇന്നലെ ഉക്രൈൻ ഡ്രോണുകൾ വെച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ മാത്രം 3 ഡ്രോണുകൾ താഴെ വീണ് സ്ഫോടനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഈ വെടിമരുന്നുകൾ നിർമ്മിക്കുന്ന ആ ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 5-ലധികം ഉക്രൈൻ ഡ്രോണുകൾ നേരിട്ട് തന്നെ വീണ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. റഷ്യ ഇലക്ട്രോണിക് ജാമിംഗ് യൂസ് ചെയ്ത് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ഡ്രോണുകളെ തടഞ്ഞുവെന്നൊക്കെ പറഞ്ഞു. വീഡിയോ ഫുട്ടേജ്, വിഷ്വൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഉക്രൈൻ ഡ്രോണുകൾ ഒരു വലിയ സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നിങ്ങൾ ഒരു പ്രദേശത്തെ അറ്റാക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്സ്, ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ആ പ്ലാന്റ്സിലോ സ്റ്റോറേജ് ടാങ്ക്സിലോ ചെന്ന് പൊട്ടിത്തെറിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്യുറസി ഉള്ളതായിരിക്കണം. GPS ഡിനൈഡ് മൂവ്മെന്റ്സിൽ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡ്രോൺസ്. ഇവിടെയാണ് ഉക്രൈൻ മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചത്. അവരുടെ ഡ്രോണുകളിൽ റെഡിമെയ്ഡ് എക്സ്പ്ലോസീവ്സ് ഫയർ ചെയ്യുന്നു. അതായത് അലുമിനിയം തെർമേറ്റ് ഈസിയായി തന്നെ ഫയർ ആകും. കൂടാതെ ഇത് ബാൻ ചെയ്തിട്ടുള്ളതുമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ, കാറ്റിൽ തന്നെ അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. വെള്ളം ഒഴിച്ചാൽ വീണ്ടും അത് ആളിക്കത്താൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഫ്ലേമബിൾ മെറ്റീരിയൽസിനെ ആ ഒരു പ്രദേശത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ തന്നെ താഴേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇലക്ട്രോണിക് ജാമിങ്ങിലൂടെ ഈ ഡ്രോണുകൾക്ക് പ്രശ്നം വന്നപ്പോൾ തന്നെ ഇവയെല്ലാം മുകളിൽ നിന്നും താഴേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. താഴെ ഡ്രോപ്പ് ചെയ്യുന്ന വസ്തുക്കൾ നേരിട്ട് ആ പ്രദേശത്തിൽ എവിടെയെങ്കിലും ഒന്ന് വീണു, അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ താഴെ വന്ന് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഫ്ലേമബിൾ മെറ്റീരിയൽസ് താഴെ വന്ന് ചിതർന്നത് കാരണം അവിടെ ഒരു വലിയ ഫയർ തന്നെ ക്രിയേറ്റ് ആകുന്നു. ഇതിന് ശേഷം നിങ്ങൾ ഇലക്ട്രോണിക് ജാമിംഗ് ഉപയോഗിച്ചാൽ കൂടിയും അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ആ ഡ്രോൺസിനെ ഇനി ഡൗൺ ചെയ്താലും യാതൊരു യൂസും ഇല്ല. അവ എന്തിനാണോ വന്നത് ആ ജോലി കൃത്യമായി തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അകത്ത് എന്തിനു വേണ്ടിയാണോ വന്നത് ആ ഫയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഉണ്ടാകുന്ന ഈ സെക്കൻഡറി എക്സ്പ്ലോഷൻ എന്നത് റഷ്യക്ക് വലിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു കാര്യമാണ് ഈ അമ്മുനേഷൻ പ്ലാന്റിലും ഫെർട്ടിലൈസർ പ്ലാന്റിലും നടന്നത്. അപ്പോൾ റഷ്യയുടെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ്, ഇവരുടെ ആന്റി ഡ്രോൺ എൻഗേജിംഗ് യൂണിറ്റ്സ് ഒക്കെ വീണ്ടും കൃത്യമായി പ്രവർത്തിക്കുക തന്നെ വേണം. കഴിഞ്ഞ ഒരാഴ്ചത്തെ വാർത്ത എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 250-ലധികം ഡ്രോണുകൾ മോസ്കോയെ നോക്കി മാത്രം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേതുപോലെ ആയിരിക്കില്ല നാളെ.
ഉക്രൈൻ നിങ്ങളുടെ മിലിറ്ററി ടാർഗറ്റ്സിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം അതല്ല. ഉക്രൈൻ ഡ്രോണുകൾ മോസ്കോയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ അത് തന്നെ റഷ്യക്ക് വീണ്ടും ഒരു അപമാനമായി മാറും. വീണ്ടും ഞാൻ പറയുകയാണ്, എന്നാണ് ഉക്രൈൻ ഡ്രോൺ മോസ്കോയിലുള്ള ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ വീഴുന്നത്? എന്നാണ് ഉക്രൈൻ ഡ്രോണുകൾ മോസ്കോയിലുള്ള ഒരു വലിയ റെസിഡൻഷ്യൽ കോംപ്ലക്സിനെ ആക്രമിക്കുന്നത്? അന്ന് എല്ലാ ഹെഡ്ലൈൻസും നിങ്ങൾക്ക് നോക്കാം. ഡയറക്റ്റ് ക്രെംലിനെ ആക്രമിച്ചു എന്ന രീതിയിലായിരിക്കും വാർത്തകൾ വരിക. അതിനുള്ള വഴി പതിയെ പതിയെ റഷ്യ തന്നെ തുറന്നു കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത്. റഷ്യക്ക് അവിടെ എന്ത് തെറ്റാണ് സംഭവിക്കുന്നത്? എവിടെയാണ് അവരുടെ സുരക്ഷയ്ക്ക് ഒരു ഭംഗം സംഭവിക്കുന്നത്? ഒന്നും അറിയില്ല. അതോ ഇനി ഉക്രൈൻ റഷ്യക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോൺസ് ലോഞ്ച് ചെയ്യുന്നെന്ന് പോലും അറിയില്ല. മോസ്കോയിൽ ഇത്രയേറെ അടുത്ത് വരുന്നത് വരെയും ഈ ഡ്രോണുകളെ അലോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഇത്രയേറെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നായാലും അത് ഉക്രൈൻ ഒരു നേട്ടമായി തന്നെ മാറും. ഇവിടെ റഡാസിനെ ഒന്നും നമുക്ക് കുറ്റം പറയാനേ കഴിയില്ല. കാരണം അകത്തേക്ക് വരുന്നതെല്ലാം ലോ പ്രൊഫൈലുള്ള ഡ്രോണുകളാണ്, റഡാർ പ്രൊഫൈൽ കുറവുള്ള ഡ്രോണുകളാണ്. അവയൊക്കെ വിസിബിളി മാത്രമേ എൻഗേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു വ്യക്തി അവിടെ നിർത്തി അവരുടെ കയ്യിൽ ആന്റി ഡ്രോൺ എൻഗേജ്മെന്റ് വെപ്പൺസ് കൊടുത്ത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ്, ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ്സ്, അല്ലെങ്കിൽ ആന്റി ഡ്രോൺ ക്യാനൽസ് ഒക്കെയോ നൽകി ഇവയെ തടയാൻ പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ സാധ്യതയുള്ളൂ. പക്ഷേ റഷ്യ ഈ ഡ്രോൺ ഇൻക്യൂഷൻ നടന്നതിന് ശേഷം മാത്രമാണ് മോസ്കോയ്ക്ക് ചുറ്റും എയർക്രാഫ്റ്റ്സിനെ കൊണ്ടുവന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നത്. മോസ്കോ ടൈംസ് ഒക്കെ ഉക്രൈനെതിരെയുള്ള വാർത്തകൾ പുറത്തുവിടുന്നവരാണ്. അവർ തന്നെ ഇതിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം അവരുടെ ഈ പ്രൊട്ടക്ഷനൊക്കെ അവിടെ വീക്കായി എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് വലിയൊരു തെറ്റ് സംഭവിക്കുന്നതിന് മുൻപ് പുടിൻ ഇത് തടയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നാളെ ഉക്രൈൻ ഇതൊരു വലിയ പ്രൊപ്പഗണ്ടയായി തന്നെ ചെയ്യും. മാത്രമല്ല ഉക്രൈൻ റഷ്യയുടെ അസറ്റ്സ് യൂറോപ്പിൽ മാത്രം പല $1 ബില്യൺ അസറ്റ്സ് ആണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രീസ് ചെയ്ത അസറ്റ്സിൽ നിന്ന് വരുന്ന വരുമാനങ്ങളൊക്കെ ഉടൻ തന്നെ ഞങ്ങൾക്ക് നൽകണമെന്നും ഉക്രൈൻ ചോദിച്ചു. ഇതിന്റെ വരുമാനം മാത്രം പ്രതിവർഷം പല $1 ബില്യൺ വരും. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് അതിന്റെ വരുമാനം നൽകണമെന്നാണ് ഉക്രൈൻ പറയുന്നത്. പക്ഷേ റഷ്യ ഇതിന് എന്ത് മറുപടി പറഞ്ഞു എന്നറിയണ്ടേ? യൂറോപ്പിലെ ഫ്രോസൺ അസറ്റ്സിൽ കൈവയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുവഴി വരുന്ന വരുമാനം ഉക്രൈന് ഷെയർ ചെയ്യുകയാണെങ്കിൽ സിവിയർ റെസ്പോൺസ് യൂറോപ്യൻ യൂണിയൻ ഞങ്ങൾ നേരിട്ട് തന്നെ നൽകും. ചില വെപ്പൺസ് ഞങ്ങൾ ഇപ്പോഴും ലോകത്തിന് കാണിച്ചിട്ടില്ല. ആ വെപ്പൺസ് പുറത്ത് കാണിക്കുകയാണെങ്കിൽ യൂറോപ്പ് ഒരിക്കലും താങ്ങുകയില്ല. ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഭീഷണി തന്നെ നൽകി. ഈ അസറ്റ്സിനെയൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ റഷ്യക്ക് ഓണർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയാണ്. ഇപ്പോൾ അത് വിൽക്കണം, അല്ലെങ്കിൽ അതുവഴി വരുന്ന വരുമാനം അത് ആ രാജ്യങ്ങളിൽ ഒരുപാട് തന്നെ ജനറേറ്റ് ആകുന്നുണ്ട്. അവിടെയുള്ള കപ്പലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ മാൻഷൻ, 5 സ്റ്റാർ ഹോട്ടൽ, ഇവയിലൂടെ എല്ലാം ആ രാജ്യങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ എടുത്ത് ഉക്രൈൻ നൽകുകയാണെങ്കിൽ ഇത് ഏത് തരത്തിലാണ് ന്യായമെന്ന് അറിയുന്നില്ല. അങ്ങനെ നോക്കിയാൽ ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ പക്കൽ ഇങ്ങനെ ഒരുപാട് അസറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വത്ത് പോലും പല $1 ട്രില്യൺ ഉണ്ട്. ഇവിടെ നിന്നും കൊണ്ടുപോയ പണം വെച്ചാണ് പല രാജ്യങ്ങളും ജീവിക്കുന്നത്. UK രാജകുടുംബം പോലും ഇപ്പോൾ ആ രാജകുടുംബ സ്വത്തിൽ എനിക്കും ഒരു ഷെയർ വേണം, പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ നൽകുമോ? അങ്ങനെ നമുക്ക് ചോദിക്കാനും സാധിക്കുമോ? അങ്ങനെ ഒരു കഥയായി മാറിയിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഉക്രൈൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ആ അസറ്റ്സ് എല്ലാം വിറ്റ് ഉക്രൈന് പണം നൽകാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്നും എടുത്തുകൊണ്ടുപോയ സ്വത്തുകളെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് തന്നെ നൽകുക. ഇങ്ങനെ ഓരോ ഇന്ത്യൻസും ചോദിക്കാൻ തുടങ്ങിയാൽ UK എന്ത് മറുപടി പറയാൻ കഴിയും? ഇതേ UK തന്നെയാണ് പറഞ്ഞത്, ഉക്രൈൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെപ്പൺസ് നൽകാൻ തയ്യാറാണെന്ന്. കാരണം റഷ്യക്ക് സാമ്പത്തിക ഉപരോധം വർദ്ധിപ്പിക്കുന്നതിൽ UK വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ UK യൂറോപ്യൻ യൂണിയനിലേ ഇല്ല. യൂറോപ്യൻ യൂണിയൻ എടുക്കുന്ന തീരുമാനത്തിലൊന്നും UK യാതൊരു ബന്ധവുമില്ല. ഇവർ പ്രത്യേകം ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അമേരിക്ക ഉക്രൈനിൽ നിന്നും പകുതി മിനറൽസ് എടുത്തല്ലോ. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ അവരുടെ ഷെയറും മിനറൽസും എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്തിനു വെറുതെ ഇരിക്കണം? ഇവിടെ ഉക്രൈന് സഹായം ചെയ്യുന്നുണ്ട്. ഒരു യുദ്ധം ഉക്രൈനിൽ അത്രത്തോളം നീണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ അത് ബോറിസ് ജോൺസൺ കാരണമാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഉക്രൈനിൽ നിന്ന് മിനറൽസ് എടുക്കാൻ പാടില്ല? അതുകൊണ്ട് തന്നെ ആ മിനറൽസ് എടുക്കേണ്ട ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഇവിടെ UK തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ ഇനിയും അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് വെപ്പൺസ് നൽകിയിട്ട് 1,00,000 രൂപ എന്ന് എഴുതും. അവസാനം അത് അവിടെയുള്ള ജനങ്ങളുടെ തലയിലായിരിക്കും വീഴുക. മൊത്തത്തിൽ അവിടെ ടാക്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിക്കുന്നത് കൊണ്ട് ഉക്രൈൻ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പണമഴ പൊഴിയുന്നുണ്ട്. അതെടുത്ത് ലോക്കൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷേ യുദ്ധം അവസാനിച്ച് പ്രോപ്പറായി അതിനുശേഷം ഒരു ഡെമോക്രസി റൺ ചെയ്യാൻ തുടങ്ങുമല്ലോ, അപ്പോഴാണ് ഉക്രൈൻ യഥാർത്ഥ ഒരു ടെസ്റ്റ് വരുന്നത്. എവിടെയെല്ലാമാണ് അവർ വീഴാൻ പോകുന്നത്, ആർക്കെല്ലാം കടം വീട്ടണം, ഈ എല്ലാ കണക്കുകളും അപ്പോഴാണ് ഉക്രൈനിലേക്ക് വരിക. ഉക്രൈൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? അവസാനം എല്ലാം ജനങ്ങളിൽ കൈവയ്ക്കും, ടാക്സ് വർദ്ധിപ്പിക്കും, വില വർദ്ധിപ്പിക്കും, എല്ലാം ചെയ്യും. അടുത്ത ഈ പോളണ്ടിനും ബെലറസിനും ഇടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബോർഡർ ക്രോസിംഗ് ഒക്കെ പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ ഇപ്പോൾ 2 ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ബോർഡർ ക്രോസിംഗ് ഓപ്പൺ ചെയ്യുന്നതായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? പോളണ്ടും ബെലറസും പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ്. ബെലറസിൽ നിന്നും പോളണ്ടിന് ആവശ്യമായ ഫർണിച്ചർ ഐറ്റംസ്, പേപ്പേഴ്സ്, വീണ്ടും ഒരുപാട് സ്റ്റീൽ പ്രോഡക്ട്സ്. പോളണ്ടിലേക്ക് വരുന്ന മുഴുവൻ സ്റ്റീലിൽ 30% ബെലറസിൽ നിന്നാണ് വരുന്നത്. അതും വളരെ വില കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെലറസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ കോമ്പണൻസ്, IC, നെറ്റ്വർക്ക് സംബന്ധിക്കുന്ന എല്ലാ വസ്തുക്കൾ, സോഫ്റ്റ്വെയർ സംബന്ധിക്കുന്ന വസ്തുക്കൾ, ലാപ്ടോപ്സ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുന്ന ഒരു ട്രേഡ് വലിയൊരു ട്രേഡാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഇവർ ഒരുപാട് ഇടങ്ങളിൽ ഈ ബോർഡർ ക്രോസിംഗ് നിർത്തിയിരുന്നു. ആ ട്രേഡ് കട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് വീണ്ടും റിസ്യൂം ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായി ഈ റൂട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഉക്രൈൻ കാരണം നമ്മൾ മറ്റു രാജ്യങ്ങളെ എതിർക്കുകയാണ്, റഷ്യ എതിർക്കുകയാണ്, റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ എതിർക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം എത്രത്തോളം കഷ്ടപ്പെടും, നമുക്ക് എത്രത്തോളം കഷ്ടപ്പാടുണ്ടാകുമെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് പ്രശ്നം വന്നാലും സാരമില്ല, ഉക്രൈനെ സഹായിക്കണം എന്ന് പറയുന്ന രാജ്യങ്ങൾ എങ്ങനെയെന്ന് അറിയണ്ടേ? അത് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമാണ്. അവിടെയുള്ള ജനങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. കാരണം ഈ വിലവർദ്ധനവൊക്കെ ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പ്രശ്നം കാരണം ഇവിടെ നമുക്കൊരു പ്രശ്നം വരികയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പണം ഒരുപാട് പോവുകയാണ്. വളരെ വില കുറഞ്ഞ വസ്തുക്കൾ പോലും വില കൂട്ടി വാങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ അവരവരുടെ ജോലികൾ മാത്രം നോക്കി മുന്നോട്ട് പോകണം. ഈ രണ്ടിൽ ആദ്യം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പ്രശ്നം ഇങ്ങനെ പോവുകയാണെങ്കിൽ റഷ്യ വീണ്ടും പുതിയ പുതിയ വെപ്പൺസ് ലോഞ്ച് ചെയ്യും. അത് മറ്റു രാജ്യങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ എന്ന് മാത്രമേ അറിയാതെയുള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സെലൻസ്കി തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. റീസെന്റ് ടൈംസ് എസ്കലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. മോസ്കോയിലേക്ക് ഡ്രോൺ അയച്ച് കളിക്കുന്നതൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.